നമസ്കാരം. ദേവസൈനയിലേക്കും ക്ഷേത്ര ഐതിഹ്യം പങ്ക്തിയിലെ വെള്ളായണി ദേവീക്ഷേത്രം ഭാഗം 2ലേക്കും ഏവർക്കും സ്വാഗതം. വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവത്തിലെ ഏറ്റവും വികാരനിർഭരവും ഭക്തിസാന്ദ്രവുമായ ചടങ്ങാണ് മുടിയൊഴിച്ചിൽ. പറയിടിയിൽ കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നതിനോട് അനുബന്ധിച്ചാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കുന്നത്. മുടി എന്നാൽ ഭഗവതിയുടെ ചൈതന്യം കുടികൊള്ളുന്ന പവിത്രമായ കിരീടം എന്നും, ഉഴിച്ചിൽ എന്നാൽ ദോഷങ്ങൾ നീക്കി ശുദ്ധി വരുത്തുക എന്നുമാണ് അർത്ഥം. ഭക്തരുടെ ദുരിതങ്ങളും ബാധകളും അകറ്റി അവരെ അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് ഇത്. പറയിടിയിലിനായി നാടുനീളെ സഞ്ചരിച്ച് ഭക്തരുടെ വീടുകളിൽ എത്തുന്ന ദേവി തൻ്റെ പ്രജകളുടെ സങ്കടങ്ങൾ നേരിട്ട് കാണുന്നു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള മടക്കയാത്രയിൽ വഴിനീളെ കാത്തുനിൽക്കുന്ന ഭക്തർക്ക് വേണ്ടിയാണ് മുടിയൊഴിച്ചിൽ നടത്തുന്നത്. മുടിയൊഴിച്ചിൽ ചടങ്ങിൻ്റെ രീതികൾ ഇങ്ങനെയാണ്. വഴിനീളെ ഭക്തർ കുടുംബസമേതം നിലത്ത് വരിവരിയായി ഇരിക്കുന്നു. കുട്ടികളും പ്രായമായവരും രോഗികളും എല്ലാം ഈ കൂട്ടത്തിലുണ്ടാകും. ദേവിയുടെ തിരുമുടി അല്ലെങ്കിൽ കിരീടം തലയിൽ വെച്ച് വ്രതശുദ്ധിയോടെ വരുന്ന പൂജാരി ഓരോ ഭക്തന്റെയും തലയ്ക്ക് മുകളിലൂടെ ഈ തിരുമുടി താഴ്ത്തി ഉഴിഞ്ഞുകൊണ്ട് കടന്നു പോകുന്നു. ദേവിയുടെ തിരുമുടി ഭക്തരുടെ ശിരസിൽ സ്പർശിക്കുമ്പോൾ അവരുടെ സകല പാപങ്ങളും രോഗപീഠകളും വിട്ടുമാറുമെന്നാണ് വിശ്വാസം. മാറാത്ത തലവേദന, മാനസികമായ പ്രയാസങ്ങൾ, കുട്ടികളുടെ പേടി എന്നിവ മാറാൻ മുടിയൊഴിച്ചിൽ ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ദേവി തൻ്റെ കിരീടം കൊണ്ട് ഭക്തനെ സ്പർശിക്കുന്നത് ഒരു അമ്മ മകനെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണ്. ഇത് ഒരു സുരക്ഷാ കവചമായി ഭക്തർ കരുതുന്നു. വീടുകളിലും വ്യക്തികളിലുമുള്ള കണ്ണേറും ദോഷങ്ങളും നീക്കാൻ ഈ ചടങ്ങിലൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാദ്യമേളങ്ങൾ മുറുകുകയും അമ്മേ ശരണം, ദേവീ ശരണം എന്ന വിളികൾ ഉയരുകയും ചെയ്യുന്ന ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാകും. തിരുമുടി തലയിലേന്തിയ പൂജാരി ഒരു പ്രത്യേക താളത്തിൽ ആവേശത്തോടെയാണ് മുടിയൊഴിച്ചിൽ നടത്തുന്നത്. ഈ സമയം പൂജാരിയിൽ ദേവി ആവേശിച്ചിരിക്കുകയാണെന്നാണ് സങ്കല്പം. വീടുകളിൽ നിന്ന് മടങ്ങിയെത്തി ക്ഷേത്രനടയിൽ വെച്ചും വലിയ തോതിൽ മുടിയൊഴിച്ചിൽ നടക്കാറുണ്ട്. ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരൊറ്റ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമായി വെള്ളായണിയിൽ എത്തുന്നത്. വെള്ളായണി കാളിയൂട്ടിലെ പറയിടിയിൽ ഭക്തൻ ദേവിക്ക് നൽകുന്ന സ്വീകരണമാണെങ്കിൽ, മുടിയൊഴിച്ചിൽ ദേവി ഭക്തന് നൽകുന്ന തിരിച്ചുപകാരവും അനുഗ്രഹവുമാണ്. ഇത് ഭക്തനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. രക്തബലിയുടെ പ്രതീകമായി നടക്കുന്ന ചടങ്ങാണ് നിണം ചാർത്തൽ. ഈ ചടങ്ങ് ശത്രുദോഷം നീങ്ങാൻ ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാളി ദാരിക സംവാദം. യുദ്ധത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സംവാദം വളരെ സവിശേഷമാണ്. ദാരികനും കാളിയും തമ്മിലുള്ള വാക് പോരാണ് ഇത്. പഴയ മലയാളം കലർന്ന ഒരു പ്രത്യേക ശൈലിയിലുള്ള സംഭാഷണമാണിവിടെ ഉപയോഗിക്കുന്നത്. അറിവില്ലായ്മയും അഹങ്കാരവും പ്രതിനിധീകരിക്കുന്ന ദാരികനും വിവേകവും സത്യവും പ്രതിനിധീകരിക്കുന്ന ദേവിയും ഏറ്റുമുട്ടുന്നതിൻ്റെ പ്രതീകമാണിത്. ഉത്സവത്തിൻ്റെ 50-ാം ദിവസം പുലർച്ചെ ദാരികവധം നടക്കുന്നു. കായലിൽ നിന്ന് പുണ്യജലം എടുത്ത് കളത്തിൽ തളിക്കുന്ന ചടങ്ങാണ് മണ്ണുനീര് കോരൽ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാളിയും ദാരികനും ഏറ്റുമുട്ടുന്നു. ഒടുവിൽ ദാരികന്റെ മുടി മുറിക്കുന്നതോടെ തിന്മയുടെ മേൽ നന്മ വിജയം നേടുന്നു. തുടർന്ന് ദേവിയുടെ കോപം ശമിപ്പിക്കാൻ കായലിൽ ആറാട്ട് നടത്തുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വെള്ളായണി കായൽ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ
ആറാട്ട് സ്വന്തം കായലിൽ തന്നെയാണ് നടക്കുന്നത്. വെള്ളായണി ദേവി ക്ഷേത്രം കേരളത്തിന്റെ തനതായ ദാരികവധം പുരാണത്തെയും തെയ്യം അല്ലെങ്കിൽ തോറ്റമ്പാട്ട് സംസ്കാരത്തെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഭക്തർക്ക് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ഒരു വലിയ ആത്മീയ ഉണർവാണ്. നന്ദി, നമസ്കാരം.